കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നതിനായി കാത്തിരിക്കുകയാണ്. പുതുവർഷത്തിന്റെ ആരംഭത്തോടെ ഈ ചർച്ചയിൽ ജീവനക്കാർക്ക് വലിയ താൽപര്യമുണ്ട്. സമീപ വർഷങ്ങളിൽ പണപ്പെരുപ്പ നിരക്ക് വർദ്ധിച്ചു വരുന്നതിനാൽ സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് എട്ടാം ശമ്പള കമ്മീഷൻ നടപ്പിലാക്കുന്നത്. എട്ടാം CPCയിൽ നിന്ന് ആർക്കൊക്കെയാണ് പ്രയോജനം ലഭിക്കുക, ആർക്കാണ് ഇത് നടപ്പിലാക്കുന്നതിൽ നിന്ന് ഒരു ആനുകൂല്യം ലഭിക്കാതിരിക്കുക തുടങ്ങി ഒരു പറ്റം ചോദ്യങ്ങൾ പലരെയും അലട്ടുന്നുണ്ട്. ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും പെൻഷനുകൾ എന്നിവ പുനഃപരിശോധിക്കുന്നതിനായാണ് കേന്ദ്രം ഈ ശമ്പള കമ്മീഷനെ രൂപീകരിക്കുന്നത്. അടിസ്ഥാന ശമ്പളം, ഫിറ്റ്മെന്റ് ഘടകം, പെൻഷൻ എന്നിവ കമ്മീഷൻ പരിഷ്കരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും സർക്കാർ ശമ്പള കമ്മീഷൻ രൂപീകരിക്കുകയും ടേംസ് ഓഫ് റെഫറൻസ് പുറത്തിറക്കുകയും ചെയ്തതല്ലാതെ മറ്റൊന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. കേന്ദ്ര ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് സ്വയമേവ ബാധകവുമല്ല. എങ്കിലും 3 ഓപ്ഷനുകളിലൂടെ ശുപാർശകൾ നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് അതിൻ്റെതായ അവലോകന പ്രക്രിയയുമുണ്ട്. ഒന്നുകിൽ കേന്ദ്ര ശമ്പള കമ്മീഷൻ ശുപാർശ പൂർണ്ണമായി സ്വീകരിക്കണം, അല്ലെങ്കിൽ ഭാഗികമായി സ്വീകരിക്കാം, അല്ലെങ്കിൽ പൂർണ്ണമായും നിരസിക്കാം. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ സംസ്ഥാനത്തിന്റെ നിർദ്ദിഷ്ട നയങ്ങൾ പ്രകാരമാണ് പൊതുവെ നിർണ്ണയിക്കപ്പെടുന്നത്. അതായത് ശമ്പള കമ്മീഷൻ ശുപാർശകൾ കേന്ദ്രം നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നതാണ് ഇതിനർത്ഥം. സ്വകാര്യ മേഖലയിലെ ജീവനക്കാർ, കരാർ ജീവനക്കാരോ താൽക്കാലിക തൊഴിലാളികളോ, കേന്ദ്ര സർവീസ് നിയമങ്ങൾ പാലിക്കാത്തവരുമായവർ, ജോലി ചെയ്യാൻ പ്രത്യേക അനുമതിയില്ലാത്ത പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർ, കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ എന്നിവർ കേന്ദ്ര ശമ്പള കമ്മീഷൻ ശുപാർശയ്ക്ക് കീഴിൽ വരില്ല. എന്നാലും കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഏറെ പ്രതീക്ഷയുടെയും ആകാംക്ഷയുടെയും തന്നെയാണ് ഈ എട്ടാം ശമ്പള കമ്മീഷനെ കാത്തിരിക്കുന്നത്. പുതുവർഷത്തിന്റെ ആരംഭത്തോടെ ഈ ചർച്ചയിൽ ജീവനക്കാർക്ക് വലിയ താൽപ്പര്യമാണുള്ളത്. സമീപ വർഷങ്ങളിൽ തന്നെ പണപ്പെരുപ്പ നിരക്ക് വർദ്ധിച്ചു വരുന്നതുകൊണ്ട് സർക്കാർ ജീവനക്കാർ ശമ്പള വർധനവ് ഏറെ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.